അത് കേട്ടതും അനുപമയുടെ നിയന്ത്രണം വിട്ടു. മിണ്ടാതിരിക്കടി നീ. നിന്റെ മനസ്സിൽ വരുന്നതൊക്കെ നീ വിളിച്ചു പറയുകയാണോ? എന്ത്, എൻ്റെ മകന് നിന്നെ ചതിച്ചെന്നോ? അവൻ 5 വർഷമായി ഇന്ത്യയിലില്ല. അവന് നിന്നെ എങ്ങനെ ചതിക്കാൻ കഴിയും? പണക്കാരെ കണ്ടാൽ തന്നെ നിനക്ക് പണം സമ്പാദിക്കാനുള്ള വഴിയും കണ്ടെത്താൻ അറിയാമല്ലേടി. എൻ്റെ മകന് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവനെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. നിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ മണ്ടന്മാരല്ല ഞങ്ങൾ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി. അനുപമ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാവേരി കണ്ണുകൾ കോപത്താൽ ജ്വലിച്ചു. മിണ്ടരുത് നിങ്ങൾ. ഞാൻ പണം കണ്ടല്ല നിന്റെ മകനെ സ്നേഹിച്ചതുപോലും. നിങ്ങളുടെ മകനോട് നീതി ചോദിക്കാൻ പോലും ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവൾ വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ആരും വിശ്വസിക്കരുത്. എൻ്റെ മകൻ അവളെ ചതിച്ചു എന്നതിന് നിങ്ങളുടെ പക്കൽ എന്ത് തെളിവാണുള്ളത്? അനുപമ വീണ്ടും അവളെ വെല്ലുവിളിച്ചു. കാവേരി തൻ്റെ മകളെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. എൻ്റെ കുട്ടിയുടെ മുഖം സൂക്ഷ്മമായി ഒന്ന് നോക്കൂ. കുട്ടി ആരുടെയാണെന്ന് മനസ്സിലാകും. കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കപ്പോഴും മനസ്സിലാകും. അനുപമ ഉച്ചത്തോടെ ചിരിച്ചു. നിന്റെ കുട്ടി എൻ്റെ മകനെ പോലെയാണെന്ന് വെച്ചാൽ അതിനർത്ഥം അവൻ നിന്നെ സ്നേഹിച്ചു എന്നാണോ? ആരാണ് ആ കുട്ടിയുടെ അച്ഛൻ? പറയടി. നീ തന്നെയാണോ അവളെ പ്രസവിച്ചത്? അതോ മറ്റാരുടെയും കുട്ടിയെ എടുത്തുകൊണ്ട് നീ ഞങ്ങളുടെ മുന്നിൽ ഈ ഇവിടെ കളിക്കാൻ വന്നതാണോടി? ഇനി മിണ്ടാതെ പോയിക്കോണം നീ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് അനുപമ കാവേരിയുടെ കൈ പിടിച്ച് പിന്നിലേക്ക് തള്ളി. എല്ലാവരുടെയും മുന്നിൽ അവൾ അപമാനിക്കപ്പെട്ടു. അമ്മേ, ഒരു മിനിറ്റ്. പെട്ടെന്ന് ഇന്ദ്രജിത്ത് ശബ്ദമുയർന്നു. എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് തിരിഞ്ഞു. അടുത്ത നിമിഷം അവൻ പറഞ്ഞ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. അവർ പറയുന്നത് സത്യമാണ്. ഞാൻ ആ കുട്ടിയുടെ അച്ഛനാണ്. ഒരു നിമിഷം ആർക്കും ശ്വാസമെടുക്കാൻ പോലും കഴിഞ്ഞില്ല. ശങ്കരനും അനുപമക്കും തങ്ങളുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നി. അനുപമ പതുക്കെ കാവേരിയുടെ കൈ വിട്ടു. എന്താ, തമാശ പറയുകയാണോ തെച്ചു? നീ എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? 5 വർഷമായി നീ വിദേശത്താണ്. എങ്ങനെയാണ് ഈ കുട്ടിയുടെ അച്ഛനാകാൻ നിനക്ക് കഴിയുക? അനുപമ അവിശ്വാസത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും സൗദിയുടെ അച്ഛൻ മുന്നോട്ട് വന്നു. ഇത്തരക്കാരുമായുള്ള ബന്ധം വളർത്താൻ ശ്രമിച്ചതിന് നമ്മൾ സ്വയം അടിക്കണം. ഇപ്പോൾ സത്യമറിഞ്ഞത് തന്നെ നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം ഒരു പുരുഷന് പെണ്ണിനെ കൊടുക്കുന്ന പിന്നീട് പരാതിപ്പെടേണ്ടി വരുമായിരുന്നു. വാ മോളെ. സൗദിയുടെ കൈ പിടിച്ച് അയാൾ അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെച്ചു? നിനക്ക് ആ കുട്ടിയുടെ അച്ഛനാകാൻ കഴിയില്ല. എന്തിനാണ് കള്ളം പറഞ്ഞത് നീ? അനുപമ കരഞ്ഞുകൊണ്ട് അവനോടായി ചോദിച്ചു. ഇന്ദ്രജിത്ത് ഒരിക്കൽ കാവേരിയെ നോക്കി. അവളുടെ കണ്ണുകളിൽ അവൻ കണ്ടത് വെറും പുച്ഛവും വെറുപ്പും മാത്രമായിരുന്നു ഉണ്ടായത്. അതേസമയം കൊച്ചുതനു കരഞ്ഞുകൊണ്ട് അവൻ്റെ നേരെ കൈകൾ നീട്ടുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അമ്മേ. അത്രമാത്രം പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. കാവേരിയും കുഞ്ഞിനെയും കൂട്ടി അവിടെ നിന്നും പോയി. പക്ഷേ തനുവിൻ്റെ കരച്ചിൽ ഏറെ നേരം അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. വീട്ടിലെത്തിയ കാവേരി പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ഇന്ന് നടന്ന സംഭവങ്ങൾ അവളെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോയി. പഴയ ഓർമ്മകൾ ഓരോന്നായി അവളുടെ മനസ്സിലേക്ക് നിറഞ്ഞു വന്നു. മുറിയിലേക്ക് കയറിയ ഉടനെ അവൾ കട്ടിലിലിരുന്നു. കണ്ണുനീർ നിർത്താതെ ഒഴുകി. ഇന്ദ്രജിത്ത്, നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നത്? ഞാൻ എങ്ങനെയാണ് നിന്നെ മറന്ന് എൻ്റെ ജീവിതം നയിക്കുകയായിരുന്നു. ഇപ്പോൾ നീ എന്തിനാണ് എൻ്റെ കൺമുന്നിൽ വീണ്ടും വന്നത്? സ്വന്തം മുടി മുഷ്ടിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് കൊച്ചുതനു അവളുടെ അടുത്തേക്ക് വന്നത്. അമ്മേ, എന്തിനാ അമ്മ കരയുന്നത്? നിനക്ക് ദേഷ്യമുണ്ടോ? നമുക്ക് അവിടെ പോകാൻ കഴിയില്ല. എനിക്കറിയാം അമ്മേ. തെച്ചുവെങ്കിൽ പറഞ്ഞില്ലേ നമുക്ക് പോകാൻ കഴിയില്ല. കുഞ്ഞ് തൻ്റെ ചെറിയ കൈകൾ കൊണ്ട് അമ്മയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. അനുപമ കാവേരിയെ തള്ളിയത് അവൾ കണ്ടിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് തൻ്റെ തെച്ചുവെങ്കിൽ ഒന്നും ചെയ്യാതിരുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. വിവാഹ നിശ്ചയം മുടങ്ങിയതോടെ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. വീടാകെ മരണവീടിൻ്റെ നിശബ്ദതയിലിരുന്നു. സ്വന്തം മുറിയിൽ ഇരിക്കുകയായിരുന്നു ഇന്ദ്രജിത്ത്. എത്ര ആലോചിച്ചിട്ടും കാവേരി പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം അവൻ അപ്പോഴും മനസ്സിലാക്കുന്നില്ല. അപ്പോഴാണ് അവൻ്റെ റൂമിൻ്റെ വാതിൽ മുട്ടിയത്. മുകളിലേക്ക് നോക്കിയപ്പോൾ ശങ്കരനെ കണ്ടു. വരൂ അച്ഛാ. ഒരു ദീർഘശ്വാസത്തോടെ അവൻ പറഞ്ഞു. ശങ്കർ അവൻ്റെ അരികിൽ വന്നിരുന്നു. മകനെക്കുറിച്ച് അയാൾക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. തൻ്റെ മകൻ ഒരു പെൺകുട്ടിയെ ചതിക്കുക എന്ന തരത്തിലുള്ള ആളല്ലെന്ന് അയാൾക്കും അറിയാം. എന്നാൽ ഒരു ഉത്തരം മാത്രം വേണമായിരുന്നു. ഒരു ചെറിയ ഉറുമ്പിനെ പോലും ശല്യപ്പെടുത്താത്ത ആളാണ് നീ. ഒരു സ്ത്രീയുടെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ.
രജു, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ലേ? ആ കുഞ്ഞിന് 3.5 വയസ്സുള്ളൂ. 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛനാകാൻ നിനക്കെങ്ങനെ കഴിയും? നീ ഇവിടെ വന്നിട്ട് 5 വർഷമായിട്ടില്ലേ? ഇത് തെളിയിക്കാൻ മിനിറ്റുകൾ മതി. പിന്നെ എന്തിനാണ് നീ ആരോപണം സ്വയം ഏറ്റെടുത്തത്? ശങ്കർ അവനോടായി ചോദിച്ചു. ഇന്ദ്രജിത്ത് കുറച്ചു നേരം നിശബ്ദനായി നിന്നു. ശേഷം ശാന്തമായിക്കൊണ്ട് പറഞ്ഞു, ഇത്രയും ആളുകളുടെ മുന്നിൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അച്ഛാ. അവൾ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശങ്കർ അവനെ ഞെട്ടലോടെ നോക്കി. തെച്ചു, നീ എന്താടാ പറഞ്ഞു വന്നത്? അതെ അച്ഛാ, ഞാൻ ഇത് നേരത്തെ പറയേണ്ടതാണ്. പക്ഷേ അപ്പോൾ വിവാഹ നിശ്ചയത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരുന്നു. കാവേരി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതാ അച്ഛാ. ആ കുട്ടിയുടെ കൂടെയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനായിരിക്കും. എൻ്റെ ഹൃദയം കണ്ടെത്തിയ സന്തോഷം ആ കൊച്ചുകുട്ടിയിലാണ്. അവൻ്റെ ശബ്ദത്തിൽ അപരിചിതമായ ഒരു സ്നേഹമുണ്ടായിരുന്നു. അത് കേട്ട ശങ്കർ സ്തംഭനായിരുന്നു. മകൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ തനിക്ക് അറിയാത്ത രഹസ്യങ്ങൾ ഉണ്ടെന്ന് ആദ്യമായി അയാൾക്ക് തോന്നി. ശങ്കർ ആ വാർത്ത കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. താൻ എടുത്തിരിക്കുന്ന തീരുമാനം അത്ര ലഘുവല്ലെന്ന് അവന് ബോധ്യമായി. ഇതിനകം വിവാഹിതനായി ഒരു കുഞ്ഞുള്ള യുവതിയെ വീണ്ടും വിവാഹം കഴിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അത് വെറും ആ കുഞ്ഞിനു വേണ്ടിയോ? അവൻ എന്തു മറുപടി പറയണമെന്ന് അറിയാതെ കുഴങ്ങി. ഇന്ദ്രജിത്ത്, നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? ആ കുഞ്ഞിനെ ഓർത്ത് ഒരാളെ വിവാഹം കഴിക്കുക എന്നത് അതിനർത്ഥം എന്താ? ഇതിന് അതിൻ്റെ അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കുഞ്ഞിനെ ഇഷ്ടമാണെങ്കിൽ അവളോടൊപ്പം അല്പസമയം കളിച്ചാൽ മതി നീ. അല്ലാതെ ആ കുഞ്ഞിനെ അമ്മയെ വിവാഹം കഴിച്ചു കൂടെ താമസിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ ഇന്ദ്രജിത്തിൻ്റെ തീരുമാനം മാറുന്ന ലക്ഷണമില്ലായിരുന്നു. അച്ഛാ, ആ കുഞ്ഞിനൊപ്പം എനിക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷം എനിക്ക് എന്നും നിലനിർത്തണം. അതിൽ എന്താ തെറ്റ്? കാവേരി ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിൽ എന്താ? അവളും ഒരു സ്ത്രീ തന്നെയല്ലേ? അവളെ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അവൾക്കും ഒരു ജീവിതം ലഭിക്കേണ്ടേ എന്ന് ഉറച്ച സ്വരത്തിൽ അവൻ അച്ഛനോടായി ചോദിച്ചു. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കാൻ ശ്രമിക്ക് ഇന്ദ്രജിത്ത്. നീ വിചാരിക്കുന്നതത്ര എളുപ്പമല്ല കാര്യങ്ങൾ. പിന്നെ നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഇതൊന്നുമല്ല. ആ പെൺകുട്ടി നിന്റെ മേൽ എന്തിനാണ് ഇല്ലാത്ത അപവാദം ചുമത്തിയത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ അപ്പോഴും ഇന്ദ്രജിത്തിൻ്റെ മനസ്സിൽ മറ്റൊരു വിഷയമായിരുന്നു. കാവേരി ആ കുഞ്ഞിൻ്റെ അമ്മ താനെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. അവളുടെ കണ്ണുനീർ കള്ളമായിരുന്നില്ല. ഇങ്ങനെയൊരു വിഷയത്തിൽ അവൾ എന്തിന് കള്ളം പറയണം? ഇതിനെല്ലാം ഉത്തരം ഞാൻ തന്നെ കണ്ടെത്തും. പക്ഷേ അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിയുമെങ്കിൽ അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞവൻ അവിടെ നിന്നും നടന്നു നീങ്ങി. ധനുശ്രീ ഇത്രയും ദിവസം കാണാതെ ഇരിക്കണമെന്ന് അവന് പ്രയാസമായിരുന്നു. ദിവസവും രാത്രി കുഞ്ഞിനെ വിളിച്ച് സംസാരിക്കുന്നവൻ അന്ന് വിളിച്ചില്ല. കാവേരി അവളുടെ മനസ്സ് തകർന്നിരിക്കുകയാണെന്ന് അവന് മനസ്സിലായിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ തുകയല്ല. വർഷങ്ങളായി കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയ പണമാണ്. കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് മാറ്റാനും കഴിയില്ല. അടുത്ത ദിവസം സ്കൂളിൽ പോയി സംസാരിക്കാൻ തീരുമാനിച്ചവൾ എന്നും പോകുന്ന ഹോട്ടലിൽ ജോലിക്കായി എത്തി. എന്നാൽ ആ ഹോട്ടലിൻ്റെ ഉടമ ശങ്കറാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ശങ്കർ അവളെ കാണണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവളെക്കുറിച്ച് അറിയാതെ എങ്ങനെ മുന്നോട്ട് പോകും? അവൾ തനിക്കെതിരെ ഉണ്ടാക്കിയ അപവാദം ചെറുതല്ലെന്നും അയാൾക്കറിയാമായിരുന്നു. അവളെ തിരക്കിയവൻ ഹോട്ടലിന് മുന്നിലെത്തി. അവൾ അപ്പോഴും അവിടെ ജോലിയിലായിരുന്നു. അവളെ കണ്ടപ്പോൾ ശങ്കർ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ചെന്നു. കാവേരി, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഒന്നിവിടെ വരാമോ? ശങ്കറിൻ്റെ ചോദ്യം കേട്ട് അവൾക്ക് അവനോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇന്ദ്രജിത്തിൻ്റെ വീട്ടുകാരുമായി ഒരു ബന്ധവും ആഗ്രഹിക്കാത്ത അവൾക്ക് അത് വലിയ അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു. എങ്കിലും നിരസിച്ചാൽ അത് അവരോടുള്ള അപമാനമാക്കുമെന്ന് കരുതി അവൾ വഴങ്ങി. ശരി സാർ എന്ന് പറഞ്ഞ് അവൾ അവന് പിന്നാലെ നടന്നു. ഹോട്ടലിൻ്റെ ബാൽക്കണിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയ ശങ്കർ അവിടെ ആരുമില്ലാത്ത സമയം നോക്കി ചോദിച്ചു, പറയൂ, എന്താണ് സംസാരിക്കേണ്ടത്? അവളുടെ ശബ്ദത്തിൽ അല്പം പോലും വിറയലുണ്ടായിരുന്നില്ല. ശങ്കർ അതും ശ്രദ്ധിച്ചിരുന്നു.